ഈ തെങ്ങൊക്കെ നോക്കി നോക്ക്. ആരും തെങ്ങിന്റെ ഉള്ളത് പണിയെടുക്കണ്ടേ? ഒക്കെ ഉണങ്ങി കിടക്കുക തേങ്ങയൊക്കെ. അല്ലാതെ കൊറേ നേരമായില്ല പറമ്പ് കൂടെ നടക്കണേ. ഇത് എന്ത് നടത്താണ്? എന്തേ സാധനം കൈമേൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കാം. ഇത്ര പ്രാന്തിരിക്കുന്ന ഒരു കാര്യമില്ല. എടാ, നമ്മൾ ഈ കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് മദ്യം വാങ്ങിയിട്ട് വല്ല പീടികയുടെ അരികിലോ റോഡ് സൈഡിലോ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിക്കില്ലേ? പേടിച്ചല്ല എത്ര ദിവസം നമ്മൾ കള്ളുടിച്ചിരുന്നു. ഇനി അത് വേണ്ട, എന്റെ സ്വന്തം സ്ഥലത്തിരുന്ന് കള്ളു കുടിക്കാം. അതുകൊണ്ട് അങ്ങോട്ട് കൊടുന്നു. ഇവിടെ എന്നിട്ട് എത്ര വെള്ളിച്ചടിച്ചോ? സ്വന്തം സ്ഥലം വെച്ചാല് നിങ്ങളെ സ്ഥലം ഇത് സത്യശീലിന്റെ സ്ഥലല്ലേ? അതൊക്കെ പണ്ടാടോ, ഇപ്പൊ നിന്റെ സ്ഥല. ഈ ഭൂമിയെല്ലാം മേടിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തത് പൈസ. ഈ ഭൂമി എന്റെ ആണെന്നാണ് ദൈവനിശ്ചയം. ഇത് എന്റെ ആണ്. അല്ല, സത്യം പറയും, ഞങ്ങൾ അറിയാതെ നിങ്ങൾ സാധനം അടിച്ചു. ഇല്ലടോ. അതല്ലേ അപ്പൊ നമ്മൾ എവിടെയും പോയിട്ട് ഈ ഭൂമി എന്റെ നമുക്ക് കിട്ടുമോ? അടിക്കാൻ നോക്കപ്പെടുന്നത് ഒരാളെയും പേടിക്കണ്ട. എന്റെ സുഖതാട്ടന്റെ സ്ഥലം എനക്ക് ഒരുത്തനെയും പേടിക്കണ്ട. നീ ഇവിടെ ഇരിക്കേ, നീ വാള് വെക്കേ, എന്ത് വേണമെങ്കിൽ ചെയ്തു. വർത്താനം പറയുന്നുണ്ട്. വർത്താനം പറയാതെ വർത്താനം പറയാതെ ഒരു കുടിക്കല് മാത്രം പരിപാടി. വർത്താനം പറയും, വർത്താനം പറയും, കുടിക്കുകയും ചെയ്യും. വെള്ളം വെച്ചാ മതി 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 മതി. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ വാങ്ങുക, നിങ്ങൾ അടിക്കുക, നിങ്ങളെ സ്ഥലം എന്ന് പറയാ, അതൊക്കെ നിങ്ങളതാ. വെള്ളയ്ക്ക് പിന്നെ വെള്ളം വേണ്ടല്ലോ. വെള്ളയ്ക്ക് അതെ, ഇത് ഡയറക്റ്റ് ചെയ്യണ്ട. അല്ല, ഞങ്ങൾ രണ്ടാളും നിന്നൊക്കെ കുറച്ച് പൈസ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പെഗ് നിനക്ക് കുറയും. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. നമുക്ക് ഈ സ്ഥലത്ത് മുഴുവനും കൃഷി നടത്തണം. ഈ സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കണം. സ്ഥലം കാണിച്ചു ലോൺ എടുത്തു. എങ്ങനെ ലോൺ ഇട്ടേ? എങ്ങനെ കിട്ടും? എല്ലാവർക്കും സ്ഥലം കാണിച്ചിട്ട് ലോൺ എടുക്കണില്ലേ കൃഷി ചെയ്യാൻ? കർഷകർക്ക് ഇപ്പൊ നല്ല ആനുകൂല്യങ്ങളാ. അല്ല, എനിക്കിതിന്റെ തിരുവാട് ഇപ്പോഴും കിട്ടും. മനസ്സിലായിട്ട് നിങ്ങളെ സ്ഥലം എങ്ങനെയായി എന്നുള്ളത്. എന്റെ സ്ഥലം എങ്ങനെയായി എന്നറിയില്ല. ഈ വില്ലേജ് ഓഫീസർ ആളെങ്ങനെ? അയാളത്ത് അടിച്ചിട്ട് ഒരു പൊരിച്ചാക്കുമായിട്ട് എങ്ങനെ? അതല്ലടാ, അയാളുടെ പദവി എങ്ങനെയാ? അയാളെ പദവി എന്ന് പറഞ്ഞാൽ പദവി എന്താ? നമ്മുടെ ഈ വില്ലേജിലുള്ള ഭൂമി ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ തിരിച്ചറിവുള്ള ആളാണ് ആര്? വില്ലേജ് ഓഫീസർ. അയാള് കള്ളം പറയോ? കള്ളം പറയില്ല. വില്ലേജ് ഓഫീസർ പറയില്ല. നികുതി അടിച്ച റെസീറ്റാണത്. ഇങ്ങോട്ട് നോക്ക്. സർവേ നമ്പർ 346-16 3R84. വടക്കേതിൽ ശ്രീധരൻ മകൻ സുഗതൻ. നോക്ക്, അത്ര വിദ്യാഭ്യാസം പോരാ. ഇതുകൊണ്ടിപ്പോ എന്താ പ്രയോജനം? എടാ, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നോ? ഈ സ്ഥലം എന്റെ ആണെന്നും എന്റെ അഡ്രസ്സിൽ ഞാൻ നികുതി അടച്ചതാണെന്നുള്ള തെളിവല്ലേ ഇത്? എങ്ങനെ കിട്ടിയത്? ഇത് ഒന്ന് കിട്ടിയേ. അതാടാ ഉണ്ണിയെ പറയുന്നത് ദൈവനിശ്ചയം. ഇതും ദൈവം. ഈ കാണുന്ന സ്ഥലം മുഴുവൻ എന്റെ ആണ് എന്നുള്ളതിന് തെളിവാണ് ഞാൻ നികുതി അടച്ച എന്റെ ഈ റെസീറ്റ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാം. എന്നിട്ട് ഇവിടെ മുഴുവൻ കൃഷി നടത്താം. ആ സൈഡിൽ നമ്മളൊരു ഷെഡ് കെട്ടും. കൃഷി നോക്കാനാ പേര്. പക്ഷെ ഡെയിലി 3 ആൾക്ക് അവിടെ വന്നിരിക്കാം. ഒരു പട്ടിച്ചാട്ടിന് നോക്കില്ല. അടിപൊളി. പിന്നെ വേണമെങ്കിൽ ഒരു കൃഷി കുളം മീൻ കൃഷി നടത്താം. പിന്നെ ചൂണ്ടിട്ട് പിടിച്ചിങ്ങാണ്ട് അപ്പൊ തന്നെ പൊരിച്ച് അപ്പൊ തന്നെ അടിക്കും. നമുക്ക് അപ്പൊ എല്ലാം നമുക്ക് കൊളാക്കാന്നേ. എന്റെ സുഖതാട്ടിന്റെ സ്ഥലത്ത് ഞാൻ നീ വാള് വെച്ചൊന്നാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റ സംശയം കൂടാ സുഖതാട്ടാ. ഈ തേടിയ വള്ളി കാഴ്ചിട്ട് മാഷ് പഠിപ്പിച്ചെന്നിട്ടേ അത് ഇത് ഈ വള്ളിയാന്ന് നോക്കിയാ തുടങ്ങി അവന്റെ ഗീർവാണം ഒരു വള്ളിയും വലിയ കഴിക്കുന്നു. അച്ഛാ, ഞാൻ സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് സിനിമക്ക് പോണച്ചാ. നാളെ നനയ്ക്കാ. എടാ, അതിന് നനക്ക ഒരു 10 കുടം വെള്ളം പോരെ. അപ്പോഴെന്റെ സിനിമന്റെ സമയം അതല്ലേ. എന്താ ഈ ചേരുടെ ഇടയില് കാണൂല്ല. ഈ ചേരുടെ ഇടയിൽ വന്നിരിക്കണം എന്താ ഞങ്ങള് ഓരോന്ന് അടിക്കാ. വേണോ? കള്ളുടിയാ? കള്ളുടിക്കേ? ഇന്റെ വളപ്പിൽ കള്ളുടിക്കേ? സത്യന്റെ വളപ്പേ അല്ല. അതെ, സത്യങ്ങൾ ദേഷ്യപ്പെടരുത്. നിങ്ങൾ കാര്യം അറിയാഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്ത് കാര്യം അറിയാനടാ? എന്താണ് എന്റെ വളപ്പിടുന്നത്? കള്ളുടിക്കാൻ പാടുവോ? അതെ, പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണപ്പെടുത്തത്. സുഗതൻ കള്ളുടിയനാണ്. പക്ഷെ മാന്യത വിട്ടെന്ന് വരെ കളിച്ചിട്ടില്ല. വേറൊരുത്തന്റെ സ്ഥലത്തിരുന്ന് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കള്ളുടിച്ചിട്ടില്ല.
സ്വന്തം സ്ഥലത്തിരുന്നാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. സ്വന്തം സ്ഥലം? ആ. അതെങ്ങനെ സുധീരന്റെ സ്ഥലമാണ്? ഇത് അച്ഛന്റെ സ്ഥലല്ലേ? എടാ കള്ളു കുടിച്ചിട്ട് ഭർത്തമാരാ പറയുന്നത് കേട്ടാ കടന്നു പോന്ന്. അതെ, അച്ഛനോടും ഉണ്ടായിരിക്കാൻ പറയാരോമലെ. എന്താ ഈ പറഞ്ഞോണ്ടിരിക്കണത്? അതെ, ഈ സ്ഥലത്തിന് ഞാൻ നികുതി അടച്ചിട്ടുള്ള റെസീറ്റാണിത്. എങ്ങനെയാടാ നീ നികുതി കിടക്കണത്? സ്ഥലം എന്റെ അല്ലേ? അതോട്ടെ, ഇതൊന്ന് വായിച്ചോക്ക. വായിച്ചു നോക്കുമോനെ എന്നിട്ട് അതില് മറ്റേ അത് വായിച്ച സർവേ നമ്പർ വായിച്ച സർവേ നമ്പർ വായിക്കേ. 346 16. 346 ആരുടെ 46 അല്ലേ? ഇനി നികുതി അടച്ച ആളുടെ പേര് വായിക്ക്. സുഗതൻ, എന്താ അടിയിലത്തെ വായിക്ക്. ശ്രീധരൻ മകൻ. എവിടുന്നാണ് ശ്രീധരൻ മകൻ സുഗതൻ. അത് എന്റെയാണ്. എന്ത് സുഗതൻ? ഇതൊക്കെ കട കൂടെ ഓരോ റെസീറ്റ് ഉണ്ടാക്കി എഴുതി കൊണ്ടുവരാടാ. അച്ഛനോട് അതിലെ വില്ലേജ് ഓഫീസിൽ സീല് നോക്കാൻ വർത്താനം പറയാൻ നിൽക്കണ്ട, വർത്താനം പറയാൻ നിൽക്കണ്ട. ഇത് എന്റെ സ്ഥലമാണ്. വില്ലേജ് ഓഫീസിൽ സീലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വില്ലേജ് ഓഫീസിലെ സീൽ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാ സുഗതൻ എങ്ങനെ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കേ. വില്ലേജ് ഓഫീസിൽ നികുതി അടച്ച കടലാസാണത്. സുഗതന്റെ സ്ഥലമാണിത്. അതിൽ എഴുതിയില്ലല്ലോ. ഞാൻ നോക്ക്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് വേണമെങ്കിൽ അച്ഛൻ ഇവിടെ നിന്നോട്ടെ. അച്ഛൻ കഷ്ടപ്പെട്ട് നോക്കിയ സ്ഥലല്ലേ, വിഷമം ഉണ്ടാവും. ഇന്ന് വേണമെങ്കിൽ ഈ ചീര നനച്ചിട്ട് ഈ തൊടി നോക്കി വിഷമിച്ച് നോട്ടെ. നാളെ തൊട്ട് അച്ഛനും മകനും ഇവിടെ കാലെടുത്ത് കുത്തരുത്. കാരണം കാർഷിക വായ്പയ്ക്ക് ലോൺ എടുത്തിട്ട് എനിക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണിത്. നീരുള്ളി കൃഷി. ഇന്ന് പോവാതെ ഞാൻ തർക്കിക്കല്ല. അത് കീറിക്കളയുന്നേ. ഇത് കീറിക്കളയുന്നറിയാം. സുഗതൻ അത്രയ്ക്ക് മണ്ടനല്ല. ഇതിന്റെ ഒറിജിനലിന്റെ കയ്യിലിട്ടാ പോവാ. നടക്ക് ഇതേ നടക്കുക. ഇതിന്റെ ഒറിജിനലിന്റെ കയ്യിലുണ്ട്. എന്നോട് പോകാനാ പൈസ കാലായി, അതുകൊണ്ടാ. മനസ്സിലായോ? ഇന്ന് ഇവിടെ നിന്നോ നാളെ പാടില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് സ്വഭാവം ബേബേന് വേടാ, പോയിക്കൊള്ളായിരുന്നു. ബേബേന് വേടാ. അന്ന് അവരോട് ആ വെള്ളം കൊടുത്ത് നരക്കണ ചീരക്കി. അച്ഛാ, അത് ഒറിജിനൽ റെസീറ്റ് ആണ് അച്ഛാ. അതിനകത്ത് വില്ലേജ് ഓഫീസറിന്റെ സീലുണ്ട്. ആ വില്ലേജ് ഓഫീസിലെ സീലുണ്ട്. ആ എന്നാ പിന്നെ അത് ചോദിക്കണല്ലോ. ചോദിക്കണം. ചോദിക്കണം. എന്റെ പിന്നാലെ പറഞ്ഞ ആ വെള്ളം കൊടുത്തിട്ട് നനയ്ക്കാതിന്. അയ്യോ, എന്ത് പടമെന്നറിയോ? എനിക്ക് വയ്യ. അതിലൊരു സീനുണ്ട്. ഒരു മറ്റേ ഇൻസ്റ്റഗ്രാമിന്റെ റീലൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ. നിനക്ക് കലാപരമായി കഴിവുണ്ടോന്നൊക്കെ ചോദിക്കുന്നത്. ആ സീൻ അതുപോലെ അവളിങ്ങനെ പറയും. അച്ഛാ, മെല്ലെ സംസാരിക്കും. എവിടെ സാറെവിടെ? എവിടെ നിങ്ങളുടെ സാറെവിടെന്ന്? സാറാവത്തെ മീറ്റിംഗിലെന്താ എങ്ങോട്ടത്? വില്ലേജ് ഓഫീസറോട് എനിക്കൊരു കാര്യം പറയാനാണ്. സാറകത്ത് മീറ്റിംഗിലാണ്. ആ മീറ്റിംഗിലാന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്താ ഒറ്റക്ക് ഒരാള് മീറ്റിംഗ്? നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ആ മീറ്റിംഗ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്ത് മീറ്റിംഗ് ചേട്ടാ? അത് ഓൺലൈൻ മീറ്റിംഗ് ഒച്ച ഉണ്ടാക്കല്ലേ? ഓൺലൈൻ മീറ്റിംഗിന് ഒച്ച ഉണ്ടാക്കല്ലേ? മീറ്റിംഗ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഏടാ പോകാം. ഓൺലൈനിൽ കൂടെയുള്ള മീറ്റിംഗ് കഴിഞ്ഞ സ്ഥലം സുഗതം കൊണ്ടുപോകുന്നേ. എന്താ കാര്യം? ഇതെന്താ കാര്യം? എന്താ അത് വില്ലേജ് ഓഫീസർ ഒന്ന് കാണാം. വില്ലേജ് ഓഫീസർ കണ്ടിട്ടുണ്ട്. പോവാൻ പാടില്ല അച്ഛാ. ഒരു പറഞ്ഞത് കേട്ടില്ല. അയാൾ ഇങ്ങോട്ട് വരും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് ഒരു ഓഫീസാണ്. പുറത്ത് വെയിറ്റ് ചെയ്യൂ. വരും, ഇങ്ങോട്ട് വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വില്ലേജ് ഓഫീസർ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അച്ഛന്റെ ഭാഗത്താണ്. അച്ഛൻ വില്ലേജ് ഓഫീസർ വരും, ഇങ്ങോട്ട് വരും. പണിക്കാരന്മാരുടെ സ്വഭാവം കാണിച്ചു. എന്താണിത്? ഇതൊരു ഓഫീസാണ്. ഇവിടെ ഒച്ച എടുക്കരുത്. ആദ്യം നിങ്ങളുടെ ശബ്ദം ഒന്ന് കുറയ്ക്കും. എനിക്ക് ചെവി കേൾക്കാം. ഇത് ഓഫീസല്ലേ? നിങ്ങൾ ഇത് ആരാ? ഇത് അച്ഛനാണ്. അച്ഛനെ കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഇതൊരു ഓഫീസല്ലേ? ക്ഷമയോടെ പറയാം. എനിക്കറിയാടാ പറയാൻ. ഇല്ല, പറഞ്ഞാ മതി. എനിക്കറിയാൻ പറയാം. എന്റെ തൊണ്ട നിനക്കില്ലല്ലോ. പറയാ. അതാണ് ശബ്ദം. ഇത് കാണാൻ നിങ്ങൾ ഇത് നോക്ക്. പറഞ്ഞാ മതി. റെസീറ്റ് നോക്ക്. 346 16. ഇത് എന്റെ സ്ഥലം. ഞാൻ 2 വർഷം മുമ്പ് കരടച്ചത്. ഇതാ ഇത് ഇക്കൊല്ല അടച്ചത്. 346 6. ഈ 346 16 എങ്ങനെ 6 ആയി?
എനിക്ക് അതിനുള്ള സമാധാനം പറഞ്ഞു തരണം. സാറേ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമല്ല, ഇതൊരു ചെറിയ പ്രശ്നം, ഒരു ഒന്നിന്റെ പ്രശ്നമാണ്. ഒന്നിന്റെ പ്രശ്നം അത്ര ചെറുതല്ലാന്ന്. ഇതിപ്പോ സാറിന്റെ 16 എന്നുള്ളത് അതിലെ 1 എവിടെയോ നഷ്ടപ്പെട്ട് 6 ആയി പോയി, അതല്ലേ ഉള്ളൂ. അത് ചെറിയ പ്രശ്നം. ചെറിയ പ്രശ്നം അല്ലെന്നേ. ഇതാരാ കരം അടച്ചത്? ആരടച്ചത്? വേറെ ആര്? ഈ പിണ്ണാക്ക് പോറ. ഞാനാണ് സാറേ. പക്ഷെ ഞാൻ കര അടച്ചില്ലല്ലോ സാർ. നിങ്ങൾ എഴുതിയാലാണല്ലോ തെറ്റ് പറഞ്ഞത്. 6 നിങ്ങൾ എഴുതി പോയില്ലേ? അത് തെറ്റല്ലേ സാർ? അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് അങ്ങനെ പരിഹരിച്ചാൽ ശരിയാവില്ലാന്ന്. സാറേ, എന്റെ 346-ൽ 16 നിങ്ങൾ കരടച്ചിട്ടുള്ള എന്റെ റെസീറ്റ് കൊടുത്തത് സുഗതനാണ്. സുഗതൻ എന്ന് പറഞ്ഞ ഒരു ചെറ്റക്കി മറ്റുള്ള ആളുകളുടെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരുത്തനാണ്. അവനിപ്പോ എന്റെ ആ സ്ഥലത്തിന്റെ മുകളിൽ ലോൺ എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാൻ പോവാ. ഞാനത് നോക്കി നിൽക്കണ്ടേ? വില്ലേജ് ഓഫീസർ പതിച്ചു കൊടുത്തെന്നാ പറയണത്. ഒരു കാര്യം ഞാൻ പറയാം സാറേ, എന്റെ 16 എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ അവന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. നിങ്ങൾക്കൊക്കെ ഇഡ്ഡലി സാമ്പാറും വിളമ്പും. അതെ മിസ്റ്റർ പിണ്ണാക്ക്, ആരോമൽ, ഇതിപ്പോ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. ഇത് വലിയ പ്രശ്നമാക്കണ്ട. ഇത് നിങ്ങൾ അങ്ങനെ പരിഹരിച്ചാ പോരാന്ന്. അതല്ല ഞാൻ ഈ പറയണതിന്റെ മലയാളം. പറയട്ടെ സാറ്, പറയട്ടെ സാർ. ഇത് സത്യത്തില് ഞങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ നിരപരാധിയാണ്. പിന്നെ ഞാനാണോ? അല്ല. പിന്നെ ഞാനതിന് കാരണക്കാരൻ അല്ല. പിന്നെ വനോ? അല്ല. കരടച്ച് വനോ? ഇത് റിലീസിന്റെ കുഴപ്പമാണ്. എന്നാ റിലീസിനെ വിളിക്ക്. എന്നാ റിലീസിനെ വിളിക്ക്. എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അല്ല, അതാ നല്ലത്. അല്ല ആരാ റിലീസ് ചെയ്യാളാ? അല്ല അതെ, യൂട്ടിയോ? അതെ ആരോമൽ, അതായത് നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ സോഫ്റ്റ്വെയർ റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് സോഫ്റ്റ്വെയർ. നിങ്ങൾ അതൊന്നും പറയണ്ട. കമ്പ്യൂട്ടറിനൊന്നും ഒരിക്കലും തെറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി നിൽക്കണ്ട. അതവിടെ എടുത്തു വെക്കി. അതിനകത്ത് പറയട്ടെ സാർ. നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച്, നമ്മൾ മനുഷ്യനാണല്ലോ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് ആക്കുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്തതിലാക്കിയപ്പോ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് ഇത്. അത് നമുക്ക് പരിഹരിച്ച് തരാം. ഇന്നിപ്പോ തീയതി 16. ഈ അടുത്ത മാസം 16-ാം തീയതി അത് നിങ്ങളെ 16 കറക്റ്റ് ചെയ്ത് ഞാൻ തന്നിരിക്കും. എന്റെ 16 നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരുമില്ല എന്നുള്ളതല്ല. ഈ സംഗതി എനിക്ക് ശരിയാക്കി തരണം. 10 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരണം. ഇല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തരാം. തന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാത്തോടെ വലിച്ചു പറിച്ച് പുറത്ത് കൊണ്ടുപോയി തീയിടും. അച്ഛൻ പോരും. തേച്ച് എഴുതിച്ചിട്ട് അച്ഛാ ഒരു 10 ദിവസം ശരിയാക്കി തരുന്നത് പറഞ്ഞു. സോറി സർ, അച്ഛൻ ഭയങ്കര ചൂടനാണേ. അതുകൊണ്ടാണ്. ആ സുഗതൻ എന്ന് പറഞ്ഞ ആള് ചെറ്റ തെണ്ടി എന്നൊക്കെ പറഞ്ഞില്ല അച്ഛൻ. അച്ഛൻ അതിലും മോശമാണ്. അപ്പൊ ആ 16 അടിത്തരം നടത്തും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് ശരിയാക്കി കൊടുത്തില്ല ചിലപ്പോ സാറിന്റെ തന്നെ ചെയ്യും. സാധാരണ ഇങ്ങനെ വർത്താണ്ടായി കഴിഞ്ഞാൽ അച്ഛന് അടിയൊക്കെ പൊട്ടിക്കണം. അന്നിപ്പോ നിങ്ങളോട് പാവം തോന്നിട്ടാ അടിക്കാഞ്ഞ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങൾ ഈ അച്ഛൻ്റെ മോൻ തന്നെയാണോ? മോൻ തന്നെ ആണല്ലേ? ഞാൻ പറഞ്ഞു പോലെ അച്ഛൻ പോരും. എന്തൊരു തന്തേത്! ആർക്കുമൂത്ത് ഭ്രാന്തായ മനുഷ്യന്മാരാണ്. പിന്നെ രണ്ടുപേരെടുത്തുമായിട്ട് പറയാം. ഞാൻ അവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഇരിക്കുമ്പോ എന്തൊക്കെയാണ് ഇവിടെ ആഭാസതരം? ചിരിയും കളിയും അട്ടാസോ. ഇത് എന്താ ഓഫീസല്ലേ ഇത്? എന്ത് പോയി ജോലി. ഇനി ഞാൻ പറയൂലോ കേട്ടാ മരത്തെ. ചിരിയും കളിയും അങ്ങ്. പിന്നെ സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം. ഭയങ്കര സിനിമ. ചിരിച്ച് ചിരിച്ച് ഉപ്പാടടങ്ങി പോയി. എനിക്ക് മതി ഒരുപാട് ചിരിക്കണ്ട, ഞാൻ കണ്ടോളാം. കഥ പറയണ്ട. കൊറേ കാലം കണ്ടിട്ട് നിങ്ങളാ. ഞാനിപ്പോ പണിക്ക് പോയിട്ടോ. പണിക്കൊന്നുണ്ടാ? പിന്നെ എന്തൊന്ന് രക്ഷപ്പെടണ്ടേ? നമുക്ക് കുറച്ച് പൈസ എല്ലാം വേണം. എന്തെല്ലോ കാര്യമുണ്ട്. എനിക്ക് പ്ലാനിങ് ഉണ്ട്. ഞാനല്ല നിർത്തി കഴിഞ്ഞു. പണിക്കൊക്കെ അല്ല. ഈ സ്വരൂപിനെ കാണുന്ന എന്നാ? ആ ഓനെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട് എനിക്ക്. അടിക്കാനാ എന്തൊരു സ്വരൂപനെ അടിക്കുന്ന ഞാൻ സീന വെള്ളട്ടി അട്ടിയ പരിപാടിയൊന്നും അല്ലടോ. അതെ സ്വരൂപ് സാറേ, സ്വരൂപ് സാറേ, ഞാൻ കണ്ടിട്ട് വന്നാ സാറേ, സ്വരൂപ് സാറേ, ഞാൻ കാണാൻ വേണ്ടി വന്നാ. അതെ അതെ, വില്ലേജ് ഓഫീസിലെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സംഭാവന കയ്യിലൊന്നുമില്ല. സംഭാവന ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് തരും സാറിന്. അതെ സാറേ, അത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സിമ്പിളായ ഒരു കാര്യമാണ്. അത് പിന്നെ എനിക്ക് ഒരു 3 സെന്റ് ഉണ്ട് സ്വന്തമായിട്ട് തന്നെ. അത് 3 സെന്റിൽ ഒരു ലോണോ ഒരു കൃഷി ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല. 3 സെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സത്യല്ലേ? അതിന് കൃത്യമായിട്ട് ഞാൻ നികുതി അടക്കുന്നുണ്ട്. നികുതി അടക്കണല്ലോ എന്തായാലും. പിന്നെ നമ്മ അടക്കൂ സാറേ. പിന്നെ അത് ഞാനേ പിന്നെ നമ്മളെ രാഘവട്ടന് ഉണ്ടല്ലോ, വലിയ പറമ്പില്ലേ, ഏക്കർ കണക്കിന് സ്വത്തില്ലേ രാഘവട്ടൻ്റെ കുന്നുമല. ആ കുന്നുമല രാഘവട്ടൻ
ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. മക്കളെല്ലാം ഗൾഫിലും മൂപ്പർ ചാവാനുമായല്ല. ഇതൊന്നും നോക്കൂല സാറായിരുന്നൊരു ഒരേക്കർ ഏരൊക്കെ എഴുതിയിട്ട് ഞാൻ നികുതി അടിച്ചോളും. അപ്പൊ എനിക്ക് കൃഷി ചെയ്യാൻ ലോണും കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും സാർ. എന്ത് വർത്താനം രാഘവേട്ടന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് നികുതി അടയ്ക്കാൻ മുന്നേട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാ. നിങ്ങള് അറിയാലോ മോളല്ലോ ശരിയായി കൊടുക്കും. നിങ്ങൾ ചെയ്യുന്നല്ലേ അത് നടക്കുന്ന പരിപാടി. ഇതെന്താ നിങ്ങൾ സത്യേട്ടന്റെ പറമ്പ് സുഖതായിട്ടിന് എഴുതി കൊടുത്തതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നേട്ടാ അതെല്ലാം കമ്പ്യൂട്ടറിൽ വന്ന ഫോൾട്ടാണ്, അല്ലാണ്ട് നമ്മൾ എഴുതി കൊടുത്തൊന്നുമല്ല. സാറേ നിങ്ങളെ കമ്പ്യൂട്ടറിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ആരോടും പറയില്ല. ദൈവത്താൻ വണ്ടിയാണ് എന്ത് തോന്നിയാ സാർ പോയാടന്ന് നടക്കാം. ശരിയായി കൊടുക്കണോ എനിക്ക് സാറേ പഴയ ഉണ്ണിയാണ്. കൈയെടുക്ക്. കയ്യെല്ലാം എടുക്കും. ഇത് ചെയ്തു തന്നേ പറ്റൂ. ഇതൊക്കെ കൃഷി ചെയ്യണം. ഇവിടെ അല്ലെങ്കിൽ ഓരോ ഗുലുമാൽ കമ്പ്യൂട്ടർ വന്നിട്ട് ഇവിടെ മന്മഥ സാറിനെ കളക്ടർ വിളിപ്പിച്ചിട്ടുണ്ട്. ഫോൾട്ടാണ് ഇങ്ങനത്തെ. നിങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നില്ല. താക്കോൽ ഞാൻ തരാം. ഇത് നല്ല ഗുരു സാറോട് കളിക്കട്ടെ. ഉണ്ണിയേട്ടനാണ്. ഒരേക്കർ സ്ഥലം സ്വപ്നം കണ്ടു പോയി. ഒരു കൃഷി ചെയ്യണം, ലോൺ എടുക്കണം. സാറേ ആയുസ് കുറിച്ചിട്ടാ പോനാവൂ. 3 സെന്റ് കണ്ട് കരയാണ്ട ഉണ്ണിയേട്ടാ. ഒരു ലോൺ അറിയണ്ട. ഒരു ലോൺ ഇല്ല, ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് എന്റെ അച്ഛൻ രാഘവന്റെ അച്ഛൻ എന്റെ അച്ഛനായിട്ടുണ്ടെങ്കിലോ എനിക്ക് 15 ഏക്കർ സ്ഥലം കിട്ടിട്ടില്ല. എന്റെ അച്ഛൻ 3 സെന്റ്. എന്റെ അച്ഛനെ മരിച്ചുപോയി, ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും അച്ഛൻ ആരാണ്? രാഘവന്റെ അച്ഛൻ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടു. 1 ഏക്കർ സ്ഥലം കിട്ടിയാവും. ഞാൻ 15 ഏക്കർ വെച്ചിട്ടല്ലോ. ഈ സ്വരൂപിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമില്ല മോനെ. രാഘവേട്ടനാണ് അച്ഛങ്ങള്? രാഘവേട്ടനാണ് അച്ഛൻ?